നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 471. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ എപ്പിസോഡിൽ 218 സർഗം അവസാനത്തെ ശ്ലോകം 76. ആകയാൽ ഇനി മടിച്ചിടാതെ ചെന്ന് ആ മഹാനോട് ഉര ചെയ്യുക സർവവും, ഭക്തപുങ്കവൻ ഇതൊക്കെയും ക്ഷമിച്ചിടും, അങ്ങ് ചാരിതാർത്ഥനായി വരും. എന്തുമാത്രം എടുത്താ പൊന്താത്ത ഡെപ്താണ് ഓരോ ശ്ലോകങ്ങളുടെയും. ഞാനിതിനർത്ഥം തന്നെ പറഞ്ഞു. പക്ഷേ എനിക്ക് ചില സമയത്ത് ഈ തൊണ്ടയിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടും വാക്കുകൾ. എന്താ കണ്ടോ, ഇന്നലെ പറയാൻ പറ്റാത്തത് ഇന്ന് പറയാൻ തോന്നിക്കും ഭഗവാൻ. അപ്പം ഇവിടെ ഒരു അജക്റ്റീവ് ഉപയോഗിക്കണ്ടായി. എന്താ അജക്റ്റീവ്? നാമവിശേഷണം. ആരെ? അംബരീഷ ചക്രവർത്തി ആരാണെന്ന് പറഞ്ഞു ഭഗവാൻ. എന്താണ്? ഭക്തപുങ്കവൻ. അതിനേക്കാൾ സുപ്പീരിയർ ആയിട്ടൊന്നുമില്ല, സുപ്പീരിയർ ക്ലോസ് ഇല്ല. ഭക്തപുങ്കവൻ. ഇതൊക്കെയാണ് ഭാഗവതം വായിക്കേണ്ട. കൂടുതൽ വായിച്ചാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും, ഒരുപാട് കാര്യങ്ങൾ. ഇനി എനിക്ക് 1 മിനിറ്റ് ചിലപ്പോൾ തരേണ്ടി വരും, എന്നാലും പറയേണ്ടത് ഞാൻ പറയാം, ക്ഷമിക്കാം. അങ്ങ് ചാരിതാർത്ഥനായി വരും എന്നാ പറഞ്ഞത്. അപ്പം അത് നമ്മൾ എവിടെയോ പറയണ്ടായി, എങ്ങനെയാണ് ചാരിതാർത്ഥൻ എന്നുള്ളത് എന്ന് പറയുകയാണെങ്കിൽ പറയാം. അതായത് നാരായണ 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 നാരായണ. അതായത് ഈ എന്താ പറയുക, ദുർവാസാവ് മഹർഷി എങ്ങനെയാണ് പുറപ്പെട്ടത് എന്ന് പറയണ്ടായി. അതാണ് പറയണത്. അങ്ങ് ചാരിതാർത്ഥനായി വരും എന്ന് പറഞ്ഞുവല്ലോ. അപ്പം അതിനെ പറ്റിയിട്ട് ഞാനൊരു ഒരു ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു. സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശാപങ്ങൾ ഉണ്ടാക്കണത് എന്നാണ് അതാണ് ഞാൻ തരേണ്ടത്. ഇവിടെ ഉണ്ടത്. നാരായണ 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 നാരായണ. കോപിച്ചുടൻ വിറയ്ക്കുന്നോൻ മുഖം വികൃതമായവൻ, വണങ്ങും നൃപനോടോതി വിശപ്പു സഹിക്കാത്തവൻ. കഷ്ടം ഉണ്ണാൻ ക്ഷണിച്ച് ആദ്യം ഉണ്ടിങ് ഉച്ഛിഷ്ടമേകുവാൻ വിചാരിച്ച വെറും ഭക്താഭിമാനി ധനഗർവിതൻ, അധർമ്മത്തിൽ മടിക്കാത്ത നൃശംസൻ ഇവൻ ഇന്നു ഞാൻ കണ്ടുകൊള്ളുക, ഇതനാകട്ടെ കൊണ്ടു കൊടുക്കുന്നുണ്ടിതിൻ ഫലം എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടേ. കോപിഷ്ടനീ വിധം ചൊൽവോൻ കയ്യാൽ ജടപറിച്ചുടൻ നിലത്തുരച്ചു കാലാഗ്നി തുല്യമാം ഒരു ഭൂതമൊന്നിനെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ അനങ്ങിയില നൃപോത്തമൻ, അതായത് അങ്ങനെയൊക്കെ ചെയ്തിട്ടും അംബരീഷ ചക്രവർത്തിക്ക് ഒരു കുലുക്കം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അതേപോലെ വളരെ ഇതായിട്ട് എന്തോ ആവട്ടെ, സത്യം പറഞ്ഞാൽ ചാരിതാർത്ഥനായി വരും എന്നുള്ളത് ഇവിടെ പറയണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ. അപ്പോൾ അതൊക്കെ കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി ഭഗവാൻ തോന്നിക്കുകയാണ്. എന്തോ ആവട്ടെ. അപ്പോൾ ഇനി നമ്മൾക്ക് വേണ്ടത് അംബരീഷൻ്റെ ഭക്തി മഹിമ എന്താണെന്ന് നോക്കാം. 219 സർഗം. സുദർശനം പിന്തുടരുന്നതോർത്തു മഹർഷി നാഭാഗസുതൻ്റെ മുമ്പിൽ നാഭാഗസുതൻ എന്ന് പറഞ്ഞാൽ പിന്നെ അംബരീഷൻ, നാഭാഗസുതൻ്റെ മുമ്പിൽ നമസ്കരിച്ച് അംഗ്രി പിടിച്ച് കാല് പിടിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഋഷി, അതും ശിവാംശാണ് ദുർവാസസ മഹർഷി. ആ ദുർവാസസ മഹർഷി ക്ഷത്രിയനായ ഒരു ചക്രവർത്തിയുടെ കാല് പിടിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അയാൾ ആരാണ്? ഭക്തി പുങ്കവനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഋഷീനേക്കാളും വലിയ ആളായി അദ്ദേഹം. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇതാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യേണ്ടത്. ജന്മന ഉള്ളതല്ല, ജന്മം കൊണ്ട് നമ്മൾ എന്ത് വൈഭോഗം നേടി, ആ നേടിയത് ലൂസാവാതെ കണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കും വേണം. ഒരു പൊസിഷൻ നേടാനല്ല ബുദ്ധിമുട്ട്, ആ പൊസിഷൻ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ, അല്ലെങ്കിൽ പൊസിഷനിൽ നിന്ന് നമ്മൾ താഴെ ഇറങ്ങാതെ കണ്ടിരിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ടല്ല, വിനയത്തോടു കൂടി. അപ്പോൾ പറഞ്ഞു, നമസ്കരിച്ച് അംഗ്രി പിടിച്ചു ദുഃഖം സഹിക്കവയ്യാതവിടം കിടന്നാൻ. നമസ്കരിച്ച് എണീറ്റു എന്നല്ല, കന്തി കരയാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. കാരണം അവിടെ സഹിക്കവയ്യാതെ അവിടം കിടന്നാൻ. തൽക്കാൽക്കൽ വീണീടെ വിലജ്ജിതൻ കൈപിടിച്ചെണീപ്പിച്ചുടൻ ആ നൃപൻ. അതാണ് മഹിമുള്ളവരങ്ങനെ ചെയ്യുക. തൻ്റെ പാതാരവിന്ദത്തിൽ വീഴാൻ സമ്മതിക്കാതെ കണ്ടിരിക്കുക, വീണാൽ ഉടൻ പിടിച്ചെഴുന്നേൽപ്പിക്കുക. അത് ചെയ്യാത്ത ആൾക്കാർ ആ നമസ്കാരത്തിനെ മിസ്യൂസ് ചെയ്യണമെന്ന് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചത്. ഒന്നാമത് നമ്മൾ കാല് കാണിച്ചു കൊടുക്കാതെ കണ്ടിരിക്കുക, കാരണം എല്ലാം ബ്രഹ്മമയാണ്. എല്ലാവരും ഈ ബാലാഗ്ര ശതവാഗസ വിസ്തരസ യോഗോ ജീവ പേറിയിട്ടാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒരാൾ നമ്മളെ നമസ്കരിച്ച് വിചാരിച്ചാൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കരുത്. അഹം ശിവോഹം, ഉടനെ പിടിച്ച് എണീക്കണം. ഈ ആളും ശിവനാണ് എന്നുള്ള താല്പര്യത്തിൽ അയാളെ എന്ത് ചെയ്യണം? ആലിംഗനം ചെയ്ത് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം എന്നുള്ള നിലയിൽ എല്ലാവർക്കും സ്വസ്തിയും സമാധാനവും വേണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് തൻകാൽക്കൽ വീണിടെ വിലജ്ജിതൻ കൈപിടിച്ചെണീപ്പിച്ചുടൻ ആ നൃപാലൻ കൃപാകുലൻ. ആ വാക്ക് കൃപാകുലൻ ഭഗവാനെ പറ്റിയിട്ടല്ല പറഞ്ഞത്, ഭഗവാന്റെ ഭക്തനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കൃപാകുലൻ ഘോര സുദർശനത്തെ വാഴ്ത്തി സ്തുതിച്ചാൻ തൊഴുത് ഇപ്രകാരം. അതാണ് ഭഗവാനല്ല, ആ സുദർശനത്തിനെ സ്തുതിക്കുകയാണ്. എന്താണ്? അങ്ങ് അഗ്നിയാം ശ്രീ ഭഗവാന്റെ ശക്തി സ്വരൂപനാം സൂര്യനുമാം മഹാത്മൻ. ഇവിടെ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കണം. അതെനിക്ക് ഇറ്റ് ഈസ് മൈ പ്രിവിലേജ്. ഞാൻ ഇപ്പോൾ വിഷ്ണു പുരാണം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരിടത്ത് പറയുന്നുണ്ട്, സൂര്യൻ വിവാഹം കഴിച്ചത് ഈ ദേവശില്പിയായിരിക്കുന്ന ദേവശില്പി ഹരിദാസ് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, പേര് ഓർമ്മ വരുന്നില്ല. ആ ദേവശില്പിയുടെ മകളേനെയാണ്. അപ്പോൾ അച്ഛനോട് മകള് കംപ്ലൈൻറ്റ് പറയാണ്, എന്താ ചെയ്യുക അച്ഛ, അദ്ദേഹം അടുത്ത് വരുമ്പോൾ ചൂട് സഹിക്കാൻ വയ്യാതാ. അപ്പോൾ ആ ദേവശില്പി എന്ത് ചെയ്തു? ഒന്ന് ശ്രമിച്ചളാന്ന് വിചാരിച്ച സൂര്യൻ്റെ തേജസ്സിനെ കുറച്ച് രാവി കമ്മിയാക്കാൻ തുടങ്ങിയതാ. അങ്ങനെ എത്ര 8%, 1/4%, 8% ഒട്ടെ കമ്മിയാക്കി.
അതിൽ നിന്നാണ് അഗ്നിയും അതേപോലെ ഈ സുദർശനവും പരമശിവന്റെ ത്രംബകം എന്ന വില്ലുണ്ടാക്കിയതാന്നാ പറഞ്ഞത്. വേറെ ഒരു പുരാണത്തിലും ഇത് പറഞ്ഞിട്ടില്ല. ഇനിയും എനിക്ക് 14 വായിക്കാണ്ട് പുരാണങ്ങൾ. ഞാൻ വായിച്ച പുരാണങ്ങളിൽ ഈ വിഷ്ണു പുരാണത്തിൽ ഇതുള്ളൂ. അതാ ഞാൻ പറയാൻ കാരണം. അപ്പോൾ അഗ്നിയാം, ഏത് സുദർശനം, അഗ്നിയാം ഭഗവാന്റെ ശക്തി സ്വരൂപനാം, മഹാവിഷ്ണുവിൻ്റെ ശക്തി സ്വരൂപനാണ്. സൂര്യനുമാം മഹാത്മൻ. ആ സൂര്യനുമാം എന്ന് പറഞ്ഞത് ഞാൻ വിഷ്ണു പുരാണം വായിച്ച ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്തു. ഞാൻ വായിച്ചു, അത് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എൻ്റെ കടമ പിന്നെ വീട്ടിൽ ഞാൻ. അപ്പോൾ ആ ദേവശില്പി രാവി 8% കമ്മിയാക്കി, പിന്നെ തോറ്റു അദ്ദേഹം. സൂര്യൻ്റെ ഇത് അതാണ്. അപ്പം അഗ്നിയാം ശ്രീ ഭഗവാന്റെ ശക്തി സ്വരൂപനാം സൂര്യനുമാം മഹാത്മൻ താരേശനാം ചന്ദ്രനും എന്നു വേണ്ട. താരേശൻ, താരങ്ങളുടെ അധിപതിയായിരിക്കുന്ന ചന്ദ്രൻ, ഔഷധികളുടെ പ്രധാനിയായിരിക്കുന്ന ചന്ദ്രൻ. താരേശനാം ചന്ദ്രനുമെന്നു വേണ്ട. ഭൂമ്യാദി മാത്രേന്ദ്രിയവും ഭവാനാം. ഭൂമ്യാദി മാത്ര ഇന്ദ്രിയവും ഭവാനാം. ഏതേതു ശത്രുക്കളെയും പിളർക്കും 1000 വൻമുനയേന്തുവോനെ. അവ സുദർശന ചക്രത്തിന് 1000 ആരങ്ങൾ ഉണ്ടെന്നാണ്. ഏതേതു ശത്രുക്കളെയും പിളർക്കും 1000 വൻമുനയേന്തുവോനെ. ഹരേ മുകുന്ദ പ്രിയ വിശ്വരൂപ. ഇതൊക്കെ എടുത്തു വായിക്കണം. ഹരേ മുകുന്ദ പ്രിയ വിശ്വരൂപ. നമിപ്പൂ ഞാൻ വിപ്രനു നന്മ ചെയ്യുവാൻ. നമിപ്പൂ ഞാൻ, അങ്ങയെ ഞാൻ നമിക്കണത് എന്തിനാ? ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ടുള്ള ഈ ഋഷിക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം മറ്റുള്ളവർക്ക് പ്രിയം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് ലാഭം ഉണ്ടാക്കുള്ളൂ. മമതയോടുകൂടി എനിക്ക് നന്മ ഉണ്ടാവണം വിചാരിച്ച് ഞാൻ എന്ത് ചെയ്താലും അത് ക്ലച്ച് പിടിക്കില്ല. അപ്പോൾ സ്വാർത്ഥ മോഹങ്ങൾ ഉണ്ടാവരുത് നമ്മൾക്ക്. എപ്പോഴും പ്രീതികരമായിട്ട് ജീവിക്കുക. ഇത് പറഞ്ഞാൽ ചിലവർ എൻ്റെ അടുത്ത് കൊമ്പ് കോർത്തു എന്നൊക്കെ വരും. പിന്നെ നമ്മളല്ലാണ്ട് നമ്മുടെ കാര്യം ആരാ നോക്കുക? അതൊന്നും ഇവിടെ വിഷയമല്ല. ഇത് പ്യുവർ വേദാന്തമാണ്. ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വിഷ്ണുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മമതയ്ക്ക് വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്കണം. അപ്പോൾ ഏതേതു ശത്രുക്കളെയും പിളർക്കും 1000 വൻമുനയെന്തുവോനെ. ഹരേ മുകുന്ദ പ്രിയ വിശ്വരൂപ. നമിപ്പോ ഞാൻ വിപ്രനു നന്മ ചെയ്യുവാൻ. സത്യം മഹാധർമ്മവും ഈശ്വരൻ്റെ തേജസ്സും ഉൾപ്രീതിതമായ വാക്കും. ഞാൻ ഇടയ്ക്കിങ്ങനെ വന്നു. ആര്? ദേവശില്പി. പേര് കേട്ടിട്ടില്ല. അസുരശില്പിയാണ് മയൻ. അപ്പം ദേവശില്പിയാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. എന്തോ വരുമ്പോൾ പറയാം. അപ്പം സത്യം മഹാധർമ്മവും ഈശ്വരൻ്റെ തേജസ്സും പ്രീതിതമായ വാക്കും. ഓരോരുത്തർക്കും ഉൾപ്രീതി ഉണ്ടാക്കുന്ന വാക്കുകളെ നമ്മൾ ഉച്ചരിക്കാൻ പാടുള്ളൂ. അപ്രിയ സത്യങ്ങളാവാം. അപ്രിയ സത്യങ്ങൾ, പ്രിയമുള്ള പിന്നെ വേദനാജനകമായിട്ടുള്ള സത്യാവസ്ഥ പറയാൻ പാടില്ല എന്നാ. അപ്പോൾ തേജസ് ഉൾപ്രീതിതമായ വാക്കും അങ്ങാകയാൽ ബ്രാഹ്മണ രക്ഷ ചെയ്യേണ്ടതല്ലീ യജ്ഞേശ്വര വിശ്വരൂപ. ഞാൻ ജന്മം കൊണ്ട്, അതായത് പിന്നെ നഭാഗൻ്റെ മകനായിരിക്കുന്ന അംബരീഷ ചക്രവർത്തി പറയാണ്, ഞാൻ ജന്മം കൊണ്ട് എന്താണെന്നാ പറയാം, ക്ഷത്രിയനാണ്. പക്ഷേ ഈശ്വരാധീനം കൊണ്ട് ഞാൻ ഭഗവാന്റെ ഭക്തി പുങ്കവനാണെന്ന് ഭഗവാൻ പറഞ്ഞത് കേട്ടു ഞാൻ. അല്ലേ? അപ്പോൾ നമ്മുടെയൊക്കെ ഉദ്ദേശം ബ്രാഹ്മണരെ രക്ഷിക്കുക എന്നുള്ളതായിരിക്കണം എന്നാ. അതുകൊണ്ട് എൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് എന്നെ വധിക്കാൻ
ബ്രാഹ്മണനാൽ അയച്ച ആ ദുർഭൂതത്തെ ഇല്ലായ്മ ചെയ്യാനാണല്ലോ അങ്ങ് എൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് പോയിട്ടുള്ളത്. എന്നാൽ ദേവി ഇത് എൻ്റെ നെറ്റിത്തടത്തിലേക്ക് തന്നെ വരിക, ഇയാളെ ഒന്നും ചെയ്യരുത്. അങ്ങാകയാൽ ബ്രാഹ്മണരെ രക്ഷ ചെയ്യേണ്ടതല്ലി യജ്ഞേശ്വരാ വിശ്വരൂപാം ധർമ്മം വളർത്തും പുതുവൃഷ്ടി. ഈ മഴ പെയ്യുന്നത് ധർമ്മം വളർത്താൻ വേണ്ടിയിട്ടാണ്, ഉണക്കാൻ വേണ്ടിയിട്ടല്ല. ധർമ്മം വളർത്തും പുതുവൃഷ്ടി എന്നാൽ അധർമ്മശീലാസുരധൂമകേതു ഭവാനെ വാഴ്ത്താനെളുതല്ല. ഭഗവാനെ അങ്ങയെ വാഴ്ത്താൻ ഞാൻ ആളല്ല, എനിക്ക് അപ്പുറമാണത്. അചിന്യ ശക്തി, ചിന്തിക്കാൻ പറ്റില്ല അങ്ങയുടെ ശക്തി. അചിന്യ ശക്തി, അചിന്യ അത് കൂട്ടക്ഷര, ഞാൻ ഇവിടെ അചിന്യ എന്ന് എഴുതി വെക്കണം, ഇല്ലെങ്കിൽ ഇനി വരുന്ന ആളുടെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അചിന്യ ശക്തി നമിച്ചിടുക മാത്രമാം ഞാൻ. എനിക്ക് അങ്ങയെ നമസ്കരിക്കാൻ മാത്രമേ പറ്റുള്ളൂ, എനിക്ക് അങ്ങയെ ആദേശിക്കാൻ പറ്റില്ല. കാരണം അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഉപകരണമാണ്. എനിക്ക് ഭഗവാൻ കനിഞ്ഞു തന്നു, അത് വേറെ കാര്യം. അപ്പം എനിക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഇപ്പോൾ ഈ ധാർമ്മിക ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ കാര്യം ഞാൻ ഏറ്റവും എപ്പോഴും ഒരാളോട് പറയരുത്. കാരണം നമുക്ക് കേൾക്കാൻ പറ്റില്ല, ആരുടെ കാര്യം നമുക്ക് കേൾക്കാൻ പറ്റില്ല, അതൊരു വിരോധാഭാസമാവും. ഈശ്വരൻ്റെ ശ്രദ്ധേനെ നമ്മൾ ഇല്ലാതെ കൊണ്ട് ചെയ്യുന്ന കൂടുതലാണ്. ഈശ്വരൻ എന്താ വിചാരിച്ചത് അതല്ലേ നടക്കുള്ളൂ. ഒരാൾ പറയണേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞാൽ അപ്രിയ സത്യം എന്നുള്ള നിലയ്ക്ക് ശരിയെന്ന് പറയാം. പക്ഷേ ഒരാളോട് നമ്മൾ പറയരുത് ഞാൻ ഏറ്റുവിട്ടുവോ, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റുവിട്ടോ പറയരുത്, ഏൽക്കാൻ പറ്റില്ല നമുക്ക്. അതാണ് ഭവാനെ വാഴ്ത്താനുള്ളതല്ല അചിന്യശക്തി നമിച്ചിടുക മാത്രമാം ഞാൻ. സൂര്യാദികൾക്കും പ്രഭയേകി വിജ്ഞർക്ക് അജ്ഞാനമാം കൂരിരുൾ നീക്കിടുന്നോൻ. ഈ സുദർശനം ദർശനങ്ങൾ, നാരായണ ഗുരു ദർശനങ്ങൾ, ശങ്കരാചാര്യ ദർശനങ്ങൾ, രമണ മഹർഷിയുടെ ദർശനങ്ങൾ, ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ്റെ ദർശനങ്ങളാണ്. അതാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. അപ്പോൾ അവിടെ അർജുനൻ ക്ഷത്രിയനാണ് എന്ന് പറഞ്ഞിട്ട് ക്ഷത്രിയന്മാരായിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി തുറന്നു പറയാം, ദുര്യോധനാദികളെ കൊല്ലലല്ല, എല്ലാവരുടെയും സ്വധർമ്മം ഈശ്വരോപാസനയാണ്. അത് നമ്മൾ മറക്കരുത്. കാരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ മഹാഭാരതം ശരിക്കും വായിച്ചിരിക്കണം. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, യുദ്ധാനന്തരം ശ്രീകൃഷ്ണനോട് ഭഗവാനെ എനിക്കൊരു സംശയം, എന്താ പറയൂ അർജുന. ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു, ഞാൻ അങ്ങ് എന്നോട് രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഒരു 100 അടി നടക്കാൻ പറഞ്ഞു. 100 അടി ഞാൻ നടന്ന് പിന്നാക്കം തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം, ഒരു പ്രഭാപൂരം, അഗ്നിക്ക് ഇരയായി നമ്മുടെ രഥം, എൻ്റെ രഥം. അപ്പം അങ്ങ് പറഞ്ഞു, എത്രയോ ആൾക്കാർ, മഹാരഥന്മാർ അർജുന നിന്നെ ഇല്ലാതെ കണ്ടാക്കാൻ വേണ്ടി പല പല ശസ്ത്രാസ്ത്രങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാനുള്ളത് കാരണം നീ രക്ഷപ്പെട്ടതാണ്, നിൻ്റെ കഴിവല്ല അത്, ഞാനുള്ളത് കാരണം നീ രക്ഷപ്പെട്ടതാണ്. അപ്പോഴാണ് അർജുനൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഏതേത് ആൾക്കാരെ വധിച്ചു എന്ന് മഹാഭാരതം പറയണു. അവിടെയൊക്കെ ഒരു സംഗതി ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. എന്താ അർജുന അത്? ഒരു പ്രാകൃത മനുഷ്യൻ തലയൊക്കെ ജടാമകുടമായിട്ട് എൻ്റെ അസ്ത്രം എൻ്റെ ഏത് ശത്രുവിനെ ഹനിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ടോ, ആ അസ്ത്രം അവിടെ എത്തണേൻ്റെ മുമ്പ് അദ്ദേഹം ഇയാളെ നിലം പതിപ്പിക്കണതായിട്ട് ഞാൻ മനസ്സിലാക്കിയെന്ന. ഓഹോ, താനത് മനസ്സിലാക്കിയില്ലേ? അതാരുമല്ല, നമ്മുടെ സാക്ഷാൽ പരമശിവനാണ്. തനിക്ക് എങ്ങനെയാണ് പ്രപഞ്ചത്തിലുള്ളവരെ ലയനം പ്രാപിക്കാനുള്ള ശക്തി ജ്ഞാനോ ബ്രഹ്മാവോ തന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അതന്നെയാണ്, താനൊരു നിമിത്തം മാത്രം. മഹാമായയുടെ വികൃതിയാണതൊക്കെ. അപ്പോൾ രജോ ഗുണപ്രധാനിയായിരിക്കുന്ന
ബ്രഹ്മചൈതന്യം, ബ്രഹ്മാവിൻ്റെ ചൈതന്യം അങ്ങനെ പറയാം, നമുക്ക് ഓരോരുത്തർക്കും സന്താനോൽപാദനത്തിനുള്ള ശക്തി തന്നിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ ശക്തിയായിരിക്കുന്ന പരിരക്ഷണം തന്നിട്ടുണ്ട്. ചിലവർ നിവൃത്തികേട് കൊണ്ട് കുട്ടികളെ കൊല്ലണ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവരിലുള്ള തമോ ഗുണപ്രധാനം, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് പരമശിവൻ. അപ്പോൾ ഇതൊക്കെ വായിക്കണം. അല്ലാണ്ട് അർജുനൻ ആരെയും കൊല്ലണില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം വരണ്ട. അപ്പം ഇതൊക്കെ അത്യത്ഭുത കാരണകാര്യരൂപനങ്ങേ പുകഴ്ത്താനുള്ളതല്ലൊരാൾക്കും നിർലേപനാം ശ്രീ ഭഗവാനയക്കെ ഉടൻ കടന്ന സുരസൈന്യമെല്ലാം തകർത്തു കൈകാലുടലും കഴുത്തും മുറിച്ച യുദ്ധത്തിൽ വിളങ്ങുവോനാം. എന്താണ്ടായത്? നിർലേപനാം ശ്രീ ഭഗവാൻ അയക്കെ ഉടൻ കടന്ന് ആസുര സൈന്യമെല്ലാം തകർത്ത് കൈകാലുടലും കഴുത്തും മുറിച്ച യുദ്ധത്തിൽ വിളങ്ങുവോനാം. ഭഗവാന്റെ സങ്കല്പം മാത്രം കൊണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് പോയി ആരാരേനെ ഒക്കെ വധിക്കണോ അവരേനൊക്കെ വധിച്ച് അങ്ങ് എന്ത് ചെയ്യണു? ഭഗവാന്റെ കയ്യിൽ തന്നെ എത്തണു. തെറ്റിന്നു ശിക്ഷ അഖിലേശനമ്പാർന്നയച്ചോരങ്ങൻ തറവാടിനെന്നും. തെറ്റിന്നു ശിക്ഷയ്ക്ക് അഖിലേശൻ അമ്പാർന്ന് സന്തോഷത്തോടു കൂടി അയച്ചൊരങ്ങൻ തറവാടിനെന്നും ഹിതം വളർത്തും ദ്വിജരിൽ കനിഞ്ഞിടുവാൻ തൊഴാം എന്നെ അനുഗ്രഹിക്കൂ. ഇപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം എന്നെ വധിക്കണം വിചാരിച്ചിട്ടൊരു ശക്തിയെ അയച്ചു. അപ്പോൾ ഭഗവാൻ എൻ്റെ ഏകാദശി എന്താണെന്ന് പറയുക, അതെ, ഏകാദശി വ്രതത്തിൻ്റെ പേരിൽ എനിക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങ് എൻ്റെ നെറ്റിത്തടത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങ് ഈ കൃത്യനെ ഇല്ലായ്മ ചെയ്യാൻ എൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് പോയി ആ കൃത്യനെ കൊന്നു. മാത്രമല്ല ഈ ഋഷി സത്യലോകത്ത് പോയി ബ്രഹ്മാവിനെ കണ്ടു, കൈലാസത്ത് പോയി പരമശിവനെ കണ്ടു, വൈകുണ്ഠത്തിൽ പോയി മഹാവിഷ്ണുവിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അരുൾപ്പാടോട് കൂടിയിട്ട് എന്നെ വന്ന് നമസ്കരിക്കാനും പറഞ്ഞു. അദ്ദേഹം വന്ന് എന്നെ നമസ്കരിച്ചു. എനിക്ക് കുറച്ചൊരു ഭയമുണ്ട്, ഒരു ബ്രാഹ്മണൻ എൻ്റെ കാല് പിടിക്കുക പാടില്ല. അതുകൊണ്ട് ആ ബ്രാഹ്മണൻ്റെ സ്വസ്തിക്ക് വേണ്ടി ഞാൻ അങ്ങയെ നമസ്കരിക്കണമെന്നാ. ആരേനെ? സുദർശനത്തിനെ. അപ്പോൾ ഒരിക്കലും നമ്മൾ സിദ്ധി ഉണ്ട് എന്ന് വിചാരിച്ച് ആ സിദ്ധിയിൽ നമ്മൾ അഹങ്കരിക്കരുത്. സിദ്ധിയിൽ അഹങ്കരിച്ചാൽ ഉടനെ ഭഗവാൻ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഈ ഭക്തിപുങ്കവൻ എന്നുള്ള പേര് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അധർമ്മം ചെയ്യരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, തൊഴാം എന്നെ അനുഗ്രഹിക്കൂ ധർമ്മത്തെ മാനിക്കിൽ മഹാജനത്തെ വന്ദിക്കിൽ. ധർമ്മത്തെ മാനിക്കുക എന്ന് പറഞ്ഞാൽ മഹാജനത്തെ നമസ്കരിക്കാന്നാ. ധർമ്മത്തെ മാനിക്കിൽ മഹാജനത്തെ വന്ദിക്കിൽ. ഞാൻ ധർമ്മിഷ്ഠനാണെന്ന് പറയുകയും ചെയ്യുക, സജ്ജനങ്ങളെ നിന്ദിക്കുകയും ചെയ്താൽ അത് ശരിയാവില്ല. അപ്പോൾ ധർമ്മത്തെ മാനിക്കിൽ മഹാജനത്തെ വന്ദിക്കിൽ ഞാൻ ഈശ്വര പൂജ ചെയ്യിൽ. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് അടങ്ങണമെന്നാ. അങ്ങയെ വിലക്കാൻ എനിക്ക് ശക്തിയില്ലല്ലോ. അപ്പം ഞാൻ എന്തു പറഞ്ഞു? ധർമ്മത്തെ ഞാൻ മാനിച്ചിട്ടുണ്ട് എങ്കിൽ, മഹാജനത്തെ ഞാൻ വന്ദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈശ്വര പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഫലമോർത്ത് എനിക്ക് ഫലം വേണ്ട. അതാണ് ഈ നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ. ഞാൻ ചെയ്തിട്ടുള്ള നാമജപത്തിൻ്റെ പോസിറ്റിവിറ്റി മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലുത്. എനിക്ക് എൻ്റെ മൂത്ത സഹോദരി ഇപ്പോൾ 83 വയസ്സായി, 2.5 വയസ്സിലെ 2 കണ്ണും കാണാണ്ടായതാണ്. അപ്പോൾ 73 ഞങ്ങൾ ഈ പട്ടാമ്പി അമ്പലം ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റിന് സറണ്ടർ ചെയ്തു. മേപ്പെട്ട് നോക്കിയാൽ ആകാശം, കീഴ്പ്പെട്ട് നോക്കിയാൽ ഭൂമി പറഞ്ഞ രീതിയിൽ പുറത്തു വരികയാണ്. അന്ന് ഓങ്ങല്ലൂരാണ് എൻ്റെ അമ്മയുടെ വീട്.
ഞാനൊരു അംബാസഡർ ടാക്സിയിൽ എൻ്റെ അച്ഛനെ അവിടെ ആദ്യം വീട്ടിൽ, അപ്പോൾ ഞാൻ പാടൂർ കൊണ്ടുപോയി വിടുകയാണ്. അപ്പോൾ പറഞ്ഞു ഓങ്ങല്ലൂർ കൂടെ പോകണം പറഞ്ഞു. ഓങ്ങല്ലൂർ കൂടെ പോയി. അപ്പോൾ പണ്ടത്തെ ഇത് പ്രകാരം കിണ്ടിയിൽ വെള്ളം ഒക്കെ അച്ഛന് കാല് അമ്മയോട് കൊണ്ടുവച്ചു, കാലൊക്കെ കഴുകി, കുറച്ച് പാല് കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നാടൻ പഴം, അച്ഛൻ പഴമൊക്കെ കഴിച്ചു. ഓരോരുത്തരായിട്ട് അച്ഛനെ നമസ്കരിച്ചു. ഇനി അച്ഛനെ എന്നാ കാണുക? ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പോവും, തിങ്കളാഴ്ചയും തിരിച്ചു വരും. എൻ്റെ കണ്ണ് കാണാത്ത പെങ്ങൾക്ക് അന്ന് 32 വയസ്സ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഇതുവരെ കല്യാണത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. അപ്പം അച്ഛനെ നമസ്കരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ കോടിക്കണക്കിന് നാരായണ ജപം ചെയ്തിട്ടുണ്ട്. അച്ഛൻ പറയണം, നിനക്ക് ആയുസ് ഉള്ള കാലം അസുഖം വരാതെ കണ്ടിരിക്കാൻ ഞാൻ ജപിച്ചതിൻ്റെ പകുതി ഞാൻ നിനക്ക് തരുന്നു പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനതിനൊക്കെ ഒരു മൂക സാക്ഷിയാണ്. ഇന്നേ വരെ 83 വയസ്സേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ കാല് വളയും ഇടുപ്പ് അതൊക്കെ വലിയ കാര്യം. ഒരു ബെഡ് റിഡനായിട്ട് ഒരു ആവശ്യമുണ്ടായില്ല. അപ്പോൾ ഈ നാരായണ ജപ മഹാത്മ്യം വളരെ സ്ട്രോങ് ആണ്, സ്ട്രെങ്ത് ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളൊക്കെ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് സമയം കിട്ടുമ്പോൾ ഒക്കെ മനസ്സിൽ നാരായണ നാരായണ എന്ന് ജപിക്കണം. എൻ്റെ ഒരു സിൻസിയർ റിക്വസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾക്ക് ധനാകർഷിക്കാനോ അതിന് വേണ്ടിയിട്ടല്ല. സന്മനസ്സുള്ളവർക്ക് സമാധാനം, സന്മനസ്സ് ഉണ്ടാവണമെങ്കിൽ ഈശ്വരാധീനം വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, എനിക്കിത് ഓർമ്മ വരാൻ അംബരീഷ ചക്രവർത്തി സുദർശനോട് പറയുന്നു, ഞാൻ ചെയ്ത തപസ്സിൻ്റെ, ഞാൻ ചെയ്ത സത്കർമ്മത്തിൻ്റെ, ഞാൻ ചെയ്തിട്ടുള്ള പൂജയുടെ ഒക്കെ ഫലം ഞാൻ അങ്ങേക്ക് തരണു. എൻ്റെ കാലിൽ വീണ ബ്രാഹ്മണനെ രക്ഷിക്കണേന്നാ. അപ്പം സ്വധർമ്മത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള സിദ്ധി കൂടി ഈ ദുർവാസാവ് മഹർഷീനെ പോലെ ദേഷ്യം കോപമുള്ള ആൾ ബ്രാഹ്മണനാണെന്നുള്ള രീതിയിൽ മാത്രമല്ല, ഞാൻ ആരാധിച്ചു വരുന്ന പരമ്പൊരുളായിരിക്കുന്ന മഹാവിഷ്ണുവിനെ നമസ്കരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എവിടെ നിന്നാണ് താൻ പുറപ്പെട്ടത്, അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴൂന്ന് പറഞ്ഞു. അപ്പം അത് സത്യമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എല്ലാം അങ്ങേക്ക് തരാമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ വ്യാപ്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ട് ഇപ്പം എത്രയോ ആൾക്കാർ അംബരീഷ കഥ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഉള്ളു തട്ടണം. എനിക്ക് വേറെ നിവൃത്തിയില്ല, എനിക്കിതാണ് എൻ്റെ ജോലി. ഉള്ളു തട്ടുക. കാരണം എന്താ, ജന്മം പാഴാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ എല്ലാം ഫലമോർത്തു വിപ്രേന്ദ്രനിൽ കനഞ്ഞിടണം ആർത്തബന്ധോ. ഇവിടെ ആർത്തനാരാ? അംബരീഷ ചക്രവർത്തിയാണ്. ഒന്നിനുമാവാതൊരു ദാസനെ കൊണ്ടലിഞ്ഞു ചെയ്യിപ്പൊരു സേവനത്തിൽ. എന്താണ് ഒന്നിനും മാവാത്തൊരു ദാസൻ? എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കാന്നാ ചോദിക്കണതേ. ഒന്നിനും മാവാത്തൊരു ദാസനെ കൊണ്ട് അലിഞ്ഞു ചെയ്യിപ്പൊരു സേവനത്തിൽ. ഭഗവാൻ എന്നെ കൊണ്ടൊരു സത്കർമ്മം ചെയ്യാണ്. ദുർവാസാവ് മഹർഷിയുടെ ക്രോധത്തെ ശമിപ്പിക്കാനും അദ്ദേഹത്തിന് ചാരിതാർത്ഥ്യജനകമായിട്ടുള്ളൊരവസ്ഥയെ ഉണ്ടാക്കാനും ഭഗവാൻ എന്നെ വേഷം കെട്ടിച്ചു എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രീ മിസ്റ്റർ ഹരിദാസ്, ദുർവാസാവ് മഹർഷി ഇവിടെ പറയുണ്ടായി. 76ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, അങ്ങ് ചാരിതാർത്ഥ്യനായി വരും എന്ന് പറഞ്ഞില്ലേ. ആ ചാരിതാർത്ഥ്യതയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഇതിന് മുമ്പത്തെ അദ്ദേഹത്തിൽ എവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം മാർക്ക് ചെയ്ത കാര്യം എനിക്ക് അറിഞ്ഞില്ല, അത് കണ്ടുപിടിക്കാൻ. പിന്നെ അവർ കുറേ നാരായണൊക്കെ ചൊല്ലി നോക്കി. അപ്പം ഇവിടെ ഒന്നിനും മാവാത്തൊരു ദാസനെ കൊണ്ടലിഞ്ഞു ചെയ്യിപ്പൊരു സേവനത്തിൽ ഒട്ടെങ്കിലും പ്രീതി മുഖത്തിനുള്ളിൽ തോന്നിയിടിൽ ഈ വിപ്രനെ വിട്ടിടേണം. ആലോചിച്ച് നോക്കൂ.
എന്താണ് ഒട്ടെങ്കിലും പ്രീതി, സേവനത്തിൽ ഒട്ടെങ്കിലും കുറച്ചെങ്കിലും പ്രീതി മുകുന്ദൻ ഉള്ളിൽ തോന്നീടിൽ ഈ വിപ്രനെ വിട്ടിടേണം. സുദർശനത്തോട് പറയുന്നു, ജ്വലിച്ചു നിൽക്കുന്ന സുദർശനാസ്ത്രം ഈ വണ്ണം അമ്പേറിടും അംബരീഷൻ. ആനന്ദശ്രുക്കളെ കൊണ്ട് മാത്രമേ ഇത് വായിക്കാൻ പറ്റുള്ളൂ. നമ്മളവിടുത്തെ ഒരു സേവകനായിട്ട് ഒരു മണൽത്തരിയായിട്ടുണ്ട് എന്നൊരു ധാരണ ഉണ്ടായാൽ മതി. ഈ അംബരീഷ ചക്രവർത്തിയുടെ അംഗ്രിപാദപത്മത്തിൽ നമ്രശിരസനായിട്ട് വീണ് കിടക്കുന്ന ആ ഋഷീശ്വരനെ എടുത്തു പൊക്കി ഈ സുദർശനത്തിനോട് ഇത്രയൊക്കെ ഗൗരവമായിട്ട് സംസാരിക്കുമ്പോൾ അത് പിടിച്ചു നിൽക്കാൻ സാധിക്കണില്ല. എന്താ പറഞ്ഞത്? ജ്വലിച്ചു നിൽക്കുന്ന സുദർശനാസ്ത്രം ഈ വണ്ണം അമ്പേറിടും അംബരീഷൻ സ്തുതിച്ചു കെഞ്ചുന്നതു കേൾക്കയുള്ളം പ്രസന്നമായി തീർന്നു ശമിച്ചു വേഗം. ഒരാൾക്ക് അതിന് തൂക്കാൻ പറ്റില്ല, അതിൻ്റെ ഗഹനത എത്രയുണ്ട് എന്നുള്ളത്. സ്തുതിച്ചു കെഞ്ചുന്നത്, ഇതേപോലെ നമ്മൾ ഓരോരുത്തരും ഭഗവാനെ സ്തുതിച്ച് കെഞ്ചി നോക്കൂ. എന്തിനു വേണ്ടി കഞ്ചാം? മറ്റുള്ളവരുടെ ദയാദ്രമായ ജീവിത രീതിക്ക് വേണ്ടി കഞ്ചാം. അല്ലാണ്ട് നമ്മുടെ മമതയ്ക്ക് വേണ്ടി നമ്മൾ കഞ്ചരുത്. അത് അല്പത്തരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല കെഞ്ചേണ്ടത്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കെഞ്ചി നോക്കൂ. എന്താണ് പിന്നെ സുനീതിയുടെ മകൻ ധ്രുവൻ തൻ്റെ ചിറ്റമ്മയുടെ ബാണശരമാകുന്ന വാക്കുകൾ കേട്ടിട്ട് അവരൊക്കെ ക്ഷമ കൊടുത്തില്ലേ? അതേമാതിരി പ്രഹ്ലാദൻ തന്നെ ഏത് പ്രകാരത്തിലും കൊല്ലണം എന്ന് വിചാരിച്ചിട്ടുള്ള തൻ്റെ അച്ഛന് ഭഗവാനോട് പറയണേ, എൻ്റെ അച്ഛനോട് ഉദ്ദേശം തോന്നരുതെന്ന്. അതേപോലത്തെ ഒരു സ്ഥിതിയാണ് ഇവിടെ. അതേപോലത്തെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ ധ്രുവചരിതത്തിലും അതേപോലെ പ്രഹ്ലാദ ചരിതത്തിലും ഉള്ള പോലെ ഒരു സ്റ്റാറ്റസ് ക്വ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭഗവാൻ ആർക്ക് സന്ദർഭം കൊടുത്തു? അംബരീഷ ചക്രവർത്തിക്ക്, അല്ലേ? അതിങ്ങനെ വായിച്ചർത്ഥം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് സ്തുതിച്ചു കെഞ്ചുന്നതു കേൾക്കെ ഉള്ളം പ്രസന്നമായി തീർന്നു ശമിച്ചു വേഗം. അസ്ത്രാഗ്നിതൻ ചൂട് ശമിക്കെ ഉള്ളം കുളിർത്തു രാജാവിനോട് ആ മുനീന്ദ്രൻ മൂർധാവതിൽ തന്നിരുകൈകളും വെച്ച്. അപ്പോൾ സുദർശന ചക്രത്തിൻ്റെ ചൂട് പോയി, സുദർശന ചക്രം രംഗത്തിൽ നിന്ന് ഒഴിഞ്ഞപ്പോഴാണ് ദീർഘശ്വാസം വീണത്. ആർക്ക്? മഹർഷിക്ക്. ഏത് മഹർഷിക്ക്? കോപമുള്ള മഹർഷിക്ക്, ദുർവാസാവിന്. അപ്പൊ ദുർവാസാവ് എന്ത് ചെയ്തു? അസ്ത്രാഗ്നിതൻ ചൂട് ശമിക്കെ ഉള്ളം കുളിർത്തു രാജാവിനോട് ആ മുനീന്ദ്രൻ മൂർധാവതിൽ തന്നിരുകൈകളും വെച്ചനുഗ്രഹിച്ചോതി അലിഞ്ഞവണ്ണം. രണ്ട് കൈയും ദുർവാസാവ് മഹർഷി ഉയർത്തി നഭാഗപുത്രനായിരിക്കുന്ന അംബരീഷ ചക്രവർത്തിയുടെ നെറുകയിൽ വെച്ച് അനുഗ്രഹിച്ച് ഓതി അലിഞ്ഞ് ഈ വണ്ണം എന്നാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അത് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കൂ. ഇന്നിപ്പോൾ നമ്മൾ 34 മിനിറ്റിൽ 13 ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞത്. എന്താ കാരണം? ആ 13 ശ്ലോകം ഒരു 1.5 ശ്ലോകങ്ങളാണ്. ഭക്തിയുടെ അഗാധത അത് എത്രത്തോളം നമുക്കറിയാൻ സാധിക്കണോ അത്രത്തോളം നമ്മൾ ആപൽ ശങ്കകളില്ലാതെ കണ്ട് ജീവിക്കാൻ സാധിക്കുന്നു മാത്രമേ എനിക്ക് പറയുള്ളൂ. നമസ്കാരം. നാളെ കാണാം.